എന്തു നല്ലോർ സഖിയേശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വാസം. ഞാൻ ചോദിച്ചോട്ടെ, അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ജീവിക്കുന്നുണ്ടോ? ഫെയ്ത്തിലാ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വിശ്വാസത്താൽ. എല്ലായിടത്തും എഴുതിയിരിക്കുന്നത് വളരെ ക്ലിയർ അല്ലേ? എല്ലായിടത്തും വിശ്വാസത്താൽ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, വിശ്വാസത്താൽ മക്കളാക്കി അഥവാ ജനിപ്പിച്ചു, വിശ്വാസത്താൽ അവൻ നമ്മളെ അനുദിന ജീവിതത്തിൽ നമ്മളെ ലിങ്ക് ചെയ്തിരിക്കുന്നു, വിശ്വാസത്താൽ അവൻ നമ്മളില് വസിക്കുന്നു. ഈ ഫെയ്ത്ത് എത്ര അത്ഭുതകരമാണ്! ഈ ഫെയ്ത്താണ്, ഈ ലഭിച്ച വിശ്വാസമാണ് നമ്മൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പല റിസോഴ്സസ് നമ്മൾ പറഞ്ഞു ഇല്ലേ? ഇപ്പോൾ 2 റിസോഴ്സസ് നമ്മൾ എടുത്ത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാനായിട്ട് 2 റിസോഴ്സസ് നമ്മൾ എടുത്തു പറഞ്ഞു. അതിനകത്ത് 3-ാമത്തേതിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞ എന്താണ്? ഡിവൈൻ കോൾ. നമുക്കൊരു കോൾ ഉണ്ട്. എന്താണ് കോൾ? വെറുതെ ഒരു വിളിയല്ല, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു കോളാണ്. ഒരു ടാർഗറ്റ് ഉണ്ട്, അതിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നടന്ന് നമ്മൾ ഒരിക്കലും ഇവിടെ ചെല്ലും. ദ കോൾ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ബിരുദുണ്ട്. ഓക്കെ, ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാക്ക് അവിടെ നമ്മൾ ചെല്ലും. ഒരു ദിവസം നമ്മൾ പറയും, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. രണ്ടാമത് ഒരു ദിവ്യ വിശ്വാസം. ആ വിശ്വാസം എന്ത് ചെയ്യുകയാണ്? എന്നെ ക്രിസ്തുവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. മൂന്നാമത്തേത് എന്താണ്? ദിവ്യ ശക്തി, ഡിവൈൻ പവർ. വിശ്വാസത്താൽ നീതീകരിച്ചു, വിശ്വാസത്താൽ വീണ്ടും ജനിപ്പിച്ചു, വിശ്വാസത്താൽ അനുദിന ജീവിതത്തിൽ എന്നെ ജീവിപ്പിച്ചു, വിശ്വാസത്താൽ അവൻ വസിച്ചുകൊണ്ട് അവൻ എന്നിലേക്ക് ഒരു ദിവ്യ ശക്തി പകരുകയാണ്. He abides in me and empowering me. 2 കാര്യങ്ങളാണ്. He is not just abiding in me, but he is also empowering me. അവൻ എന്നിൽ വസിക്കുകയും എന്നിലേക്ക് അവന്റെ ദിവ്യ ശക്തി പകർന്നു തരികയും ചെയ്യുന്നു. ആ ദിവ്യ ശക്തി ഉണ്ടെങ്കിലേ എനിക്ക് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയാകുവാൻ കഴിയും. അവൻ എന്നിൽ വസിച്ചെങ്കിലേ ഇതെല്ലാം അങ്ങോട്ടെങ്കിലും ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. അവൻ എന്നിൽ വസിച്ചെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ദിവ്യശക്തി ലഭിക്കത്തുള്ളൂ. ഈ ദിവ്യശക്തി ലഭിച്ചാലേ എനിക്ക് അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുവാൻ കഴിയൂ. ദിവ്യ സ്വഭാവത്തിന് ദിവ്യ ശക്തി. എഫേസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ പോൾ പറയുന്ന കാര്യം, അത് നിമിത്തം തന്നെ ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരെ കുറിച്ചോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമായ ഉള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങളുണ്ട്, ഞാനിത് പലയിടത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? നിങ്ങളൊന്ന് അറിയണം ഈ ശക്തി എത്രയുണ്ടെന്ന്. നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, നിങ്ങളിൽ വ്യാപരിക്കുന്ന, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം എത്ര ഉണ്ടെന്നൊന്നും നിങ്ങൾക്ക് അറിയാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിനുള്ള കപ്പാസിറ്റി ഒന്നും ലോകത്തിലൊരു മനുഷ്യനും ഇല്ല. പിന്നെ കർത്താവ് പറയുന്നത് നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ, അല്ലെങ്കിൽ പോൾ പറയുന്നത് നിന്നിലേക്ക് ഒഴുകി വരുന്ന ശക്തിയുടെ വലിപ്പമെങ്കിലും ഒന്നറിഞ്ഞായിരുന്നെങ്കിൽ. റിസർവോയറിൽ എത്രയും വെള്ളമുണ്ടെന്നൊന്നും അളക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. പക്ഷെ ടാപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തെ കുറിച്ചെങ്കിലും ഒന്ന് അറിയണം. അത്രേ ഉള്ളൂ.
നമ്മിൽ വ്യാപരിക്കുന്ന ഈ ടാപ്പിലൂടെ ഒഴുകുന്നത്, ബാക്കിയുള്ളതൊക്കെ അങ്ങ് കിടക്കുകയാണ് ഇവിടെയുള്ളത്. അത് നമുക്ക് അളക്കാനൊന്നും കഴിയില്ല. ദൈവത്തിന്റെ ശക്തി അളക്കാൻ കഴിയില്ല. പക്ഷേ വിശ്വസിക്കുന്ന നമ്മിലേക്ക് വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം എന്ന് നമ്മൾ അറിയണം. അപ്പൊ ഇവിടെ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവന്റെ വിളിയാലുള്ള ആശ. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് ഞാൻ അറിയണം. ആ സ്വപ്നം നിർവഹിക്കാനായിട്ട് എന്നിലേക്ക് ദൈവം ഒഴുക്കി തരുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് ഞാൻ അറിയണം. അത് എന്നിലേക്ക് ഒഴുകുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന. അവിടെയും എന്താണ്? ലിങ്ക് ചെയ്യുന്ന വിശ്വാസം. ലിങ്ക് ചെയ്യുന്നത്. ഈ ലിങ്ക് ചെയ്തില്ലെങ്കിൽ വെള്ളം ഇടയ്ക്കൂടെ ഒഴുകി പോകും. ഇടയ്ക്കൂടെ വെള്ളം ഒഴുകി പോയിട്ട് കാര്യമില്ല. പൈപ്പ് തുറന്ന് വെള്ളമില്ല. നോക്കുമ്പോ എന്താണ്? പുറത്ത് പൊട്ടിക്കിടക്കുക. എന്നിലൂടെ ബ്രദറെ ദൈവത്തിന്റെ ശക്തിയൊന്നും വ്യാപരിക്കുന്നില്ല. എവിടെങ്കിലും പൊട്ടിക്കിടപ്പുണ്ടോന്ന് ഞാൻ നോക്കിക്കേ. അല്ലാതെ ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടോ കർത്താവിന്റെ ശക്തി ഒഴുക്കാൻ കർത്താവിന് മനസ്സിലാഞ്ഞിട്ടോ അല്ല. എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറ്റണം. നമ്മുടെ വീട്ടിലൊക്കെ പ്രശ്നമല്ലേ? പലപ്പോഴും ഞങ്ങൾ പ്ലംബേഴ്സിനെ വിളിക്കും. എന്നറിയാമോ? ഈ ഇടയ്ക്ക് എന്താണ് തുരുമ്പൊക്കെ കയറി എന്തോ പൈപ്പേൽ വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ്? പൈപ്പൊക്കെ തുരുമ്പ് പിടിച്ച് അടഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ഓവറോൾ ചെയ്യുന്നതൊക്കെ നല്ലതാ. ഒന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ എവിടെയൊക്കെയാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കി ആ അളവറ്റ ശക്തി ഇങ്ങോട്ട് ഒഴുകി വരുന്നതിന് എവിടെയൊക്കെ തടസ്സമുണ്ടോ ആ തടസ്സമൊക്കെ മാറ്റി ഇങ്ങോട്ടൊന്ന് ഒഴുകി വരട്ടെ. ഒന്ന് പ്രാർത്ഥിക്കുക. ഒന്ന് ഉപവാസം എടുത്തൊന്ന് പ്രാർത്ഥിക്കുക. എന്തിനാ? മോന്റെ ക്ലാസ് പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കാനല്ല. എന്തോ ഒരു ഉപവാസമാ. നമ്മുടെ പ്രാർത്ഥനയെല്ലാം പിള്ളേരുടെ പരീക്ഷ അല്ലെങ്കിൽ ചില്ലറ കാര്യങ്ങളാണ്. പ്രൊമോഷന് വേണ്ടി ഉപവാസം എടുക്കുക. ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ, നിങ്ങളിലേക്ക് ഈ ശക്തി ഒഴുകുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവെ എവിടെയോ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്, നീ എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ, എവിടെ ഇത് അടഞ്ഞിരിക്കുന്നതെന്ന്. അതിനുവേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ കർത്താവ് വെളിപ്പെടുത്തി തരും എവിടെയാ ഇത് അഴിച്ചൊന്ന് ഫിക്സ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഫിക്സ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? നമ്മിലേക്ക് വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇത് തുറന്നാൽ നൂല് പോലെ വെള്ളം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും ഫോഴ്സേ ഉള്ളതാ. ഫോഴ്സ് അവിടം വരെ ഉണ്ടാകും. ഒഴുകി വരുന്ന നമ്മൾ തടസ്സം ഉണ്ടാക്കിയെടുത്ത് വരെ നല്ല ഫോഴ്സ് ഉണ്ട്. അതിന് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആ തടസ്സം ഒന്ന് മാറിക്കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ വെള്ളം ഭയങ്കര ഫ്ലോയിൽ ഒഴുകുന്നത് നാം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അത് നമ്മിലേക്ക് ഒഴുകുന്നത് യേശുവിലൂടെയാണ്. ദൈവത്തിൽ നിന്ന് യേശുവിലൂടെ നമ്മിലേക്ക് ഒഴുകുകയാണ്. ദൈവത്തിൽ നിന്ന് യേശുവിലേക്ക്, യേശുവിൽ നിന്ന് നമ്മളിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഫെയ്ത്ത് ലിങ്ക്സ് യു വിത്ത് ജീസസ് ആൻഡ് ജീസസ് ലിങ്ക്സ് യു വിത്ത് ഗാഡ്. വിശ്വാസം എന്നെ യേശുവിനോടും യേശു എന്നെ ദൈവത്തോടും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം, ആ ദൈവത്തിന്റെ ശക്തി എന്താ എന്നിലേക്ക് ഒഴുകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ദൈവം യേശുവിന് നൽകുന്നു, യേശു എനിക്ക് നൽകുന്നു. മത്തായിയുടെ സുവിശേഷം 28-18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. നൽകപ്പെട്ടിരിക്കുന്നത് എനിക്കാണ്, പക്ഷെ പുറപ്പെട്ടു പോകുന്നത് നിങ്ങളാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് തന്നത് ഞാൻ ആർക്ക് തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 1-22 സർവവും അവന്റെ കാൽ, അല്ലെങ്കിൽ 21 മുതൽ സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. ആരെ? യേശുവിനെ. എന്നിട്ട് അടുത്ത എന്താ? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കിക്കേ, സർവനാമത്തിനും മേലായ നാമം എല്ലാ ശക്തിക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെട്ട സകല നാമത്തിനും അത്യന്തം മീതെ യേശുവിനെ ഇരുത്തി സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ തലയാക്കി. പക്ഷേ യേശു എന്ത് ചെയ്തു? എനിക്ക് പിതാവ് തന്നത് ഇതാ ഞാൻ എന്റെ ശരീരമാകുന്ന സഭയ്ക്ക്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. എനിക്കാ നൽകിയത്, പക്ഷെ അത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ദിവ്യ ശക്തി, ദ ഡിവൈൻ പവർ, എ ഡിവൈൻ കോൾ, എ ഡിവൈൻ ഫേസ് ആൻഡ് എ ഡിവൈൻ പവർ. ഈ പവർ എന്തിനാ തന്നിരിക്കുന്നത്? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. എന്തിനാണ് ഇത് തന്നിരിക്കുന്നത്? എന്നെ ചാടിക്കാനും അറിയിക്കാനും വേണ്ടി മാത്രമൊന്നുമല്ല. നമുക്ക് ഈ ശക്തിയെക്കുറിച്ച് ഒത്തിരി റോങ് കൺസെപ്റ്റ്സ് ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് ശക്തി.
ഏത് ക്രൂസൈഡിന് പോയാലും പവർ 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 പവർ, ഇതന്നെ മസിൽ പിടിക്കുന്ന പോലെ പവർ പവർ നമ്മൾ കണ്ട്. ഇതാണോ ശക്തി? ഇത് ജിംനേഷ്യത്തിൽ പോയി കാണിക്കുന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനെ ശരീരത്തിന് ശക്തി കൂട്ടാനുള്ളതല്ല ഇത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ആർക്കും ചാടി മറിയാനുള്ള പവർ അല്ല ഇത്. തലയും കുത്തി മറിയാനുള്ള പവർ അല്ല ഇത്. നമുക്കിപ്പോ എല്ലാം പവറാണ്. പവർ ഫെസ്റ്റിവൽ ഓഫ് പവർ, പവർ കോൺഫറൻസ്, പവർ ഫെസ്റ്റിവല്, എല്ലാം പവറാണ്. പക്ഷെ ഈ പറയുന്ന ആരിലേക്കും ദിവ്യ സ്വഭാവം ഒഴുകി വരുന്നില്ല. ഇത് എന്തിനാണ് ഈ ദിവ്യ ശക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വേദോസം പഠിപ്പിക്കുന്നത്? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാൻ ആദ്യം അത് കാണീര്, നിങ്ങളുടെ മസിൽ കാണിക്കാതെ. ഐം സോറി. ഇവിടെ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ താഴെ വീഴണം. അപ്പൊ എന്താണ് ശക്തി? പവർ. അല്ലെങ്കിൽ കൈ വീശുമ്പം ഉന്തിയും തള്ളിയും താഴെ ഇടുന്നതൊന്നും അല്ല ശക്തി എന്ന് പറയുന്നത്. ആളുകൾ ഭൂതബാധയുള്ളവർ താഴെ വീഴും. അതിനിപ്പം തുപ്പുകയും വേണ്ട, ഒന്നും വേണ്ട. അല്ലാതെ നമ്മൾ നടന്നു പോയാൽ പോലും താഴെ വീഴും. അതൊക്കെ എനിക്കും അനുഭവമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ താഴെ വീഴുന്നൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അത് ഞാൻ വലിയ പവറായിട്ടൊന്നും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ അവർക്ക് കഴിയില്ല. എന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ലെന്നല്ല. അവരുടെ ഈ എഴുതുന്നവരുടെ അല്ലെങ്കിൽ കാണിക്കുന്നവരുടെ ചിന്ത എന്നറിയാമോ? ഞാൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് അറിയാതെ പോയതാ. അവിടെ ചെന്നപ്പോൾ ഒരു പവറാ. പുള്ളി പറഞ്ഞതെന്നറിയാമോ? ഈ സ്റ്റേജിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല, ഇവിടെ കയറി ആർക്കും നിൽക്കാൻ കഴിയില്ല. ഞാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു, എനിക്കൊന്നും നിൽക്കാൻ പറ്റാതെ വന്നില്ല. അതാണ് പവർ. നിങ്ങൾ കൈ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് താഴെ വീണ അതിന്റെ പവറാണ്. ഇങ്ങനെ കൈ ഇങ്ങനെ വീശുമ്പോഴത്തേക്ക് താഴെ വീഴുന്ന അതാണ് പവർ. എവിടെയാണ് നിങ്ങളുടെ ദിവ്യ സ്വഭാവം? അതാണ് ചോദ്യം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാനാണ് ശക്തി, പവർ. നമ്മൾ വായിച്ച വേദഭാഗത്ത് അതാണ് നമ്മൾ കാണുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? 2 പത്രോസ് 1-3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്യുന്നുവല്ലോ. എന്തിനാണ് ശക്തി? ജീവിക്കാൻ, ഭക്തിക്ക്. ജീവനും ഭക്തിക്കും, അല്ലാതെ വീഴാനും ചാടാനും ഉള്ള ശക്തിയല്ല. ജീവിക്കാനും ഭക്തി കാണിക്കാനും ഉള്ള ശക്തിയാണ് ഇന്ന് ആവശ്യം. ജീവനും ഭക്തിക്കും ആവശ്യമായത് എല്ലാം, അതിനാണ് ദിവ്യശക്തി. ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. എന്റെ ആത്മീയ ജീവിതത്തെ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാക്കി വളർത്തുന്നതിനാണ് എനിക്ക് ശക്തി ആവശ്യമായിരിക്കുന്നത്. എന്നിലേക്ക് യേശുവിന്റെ ജീവൻ പകരാനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനുമാണ്. സമൃദ്ധിയായിട്ട് നമുക്ക് അവൻ ജീവൻ തന്നു. ജീവൻ തന്നെന്ന് പറയുമ്പോൾ നമുക്ക് ജനനവും നൽകി ജീവിതവും നൽകി. ഇത് രണ്ടും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എഫേസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന നമ്മെ അവൻ ഉയിർപ്പിച്ചു. ക്വിക്കൻഡ്, അവനെ ഉയിർപ്പിച്ചു. വി വർ ഡെഡ്. ആ ഡെഡ് അവസ്ഥയിൽ നിന്ന്, മരണ അവസ്ഥയിൽ നിന്ന് നമ്മൾ ജീവനിലേക്ക് വന്നു. അത് ദൈവത്തിന്റെ കൃപയാണ്. അവൻ നിങ്ങളെ, മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. ദാറ്റ് ഈസ് ദ വർക്ക് ഓഫ് ഗാഡ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഉയിർപ്പിച്ചു എന്നാണ്, അല്ലാതെ ഉയർത്തു എന്നല്ല. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നവരായ നിങ്ങളും ഉയർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, ഉയിർപ്പിച്ചു. നമ്മൾ ഞാൻ എന്താ പറഞ്ഞു? രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട കാര്യമില്ല. ഇവിടെ നമ്മളെല്ലാം എങ്ങനെ വന്നുള്ളതാണ്? രക്ഷിക്കപ്പെട്ടവരാണ്. അതായത് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇവിടെ ഉയിർപ്പിച്ചു എന്ന് പറയുന്നത് ദൈവപ്രവൃത്തിയാണ്. ദാറ്റ് ഈസ് ഗോഡ്സ് വർക്ക്. ദൈവപ്രവൃത്തിയാണ്. അവൻ നമ്മളെ ഉയിർപ്പിച്ചു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൽ നിന്ന് പുനർജനിക്കുന്ന ഒരു സ്റ്റേജാണ്. വി ആർ ബോൺ അഗെയിൻ. വി വർ ഡെഡ് ആൻഡ് നൗ വി ആർ ബോൺ അഗെയിൻ. നമ്മൾ മരിച്ചവരായിരുന്നു, നമ്മൾ വീണ്ടും ജനിച്ചു, വീണ്ടും ജീവിപ്പിച്ചു. ആ വീണ്ടും ജനനം നമുക്ക് നൽകുന്നത് ദൈവമാണ്, യേശുവാണ്. അതുകൊണ്ട് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അതിന്റെ ആദ്യത്തെ സ്റ്റേജ് ജനനമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം വാക്യത്തിൽ ധൂർത്തപുത്രന്റെ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചു. വീണ്ടും ജീവിച്ചു. കുറെ കാലം അവൻ ജനിച്ചു ജീവിച്ചതാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തു? അപ്പന്റെ വീടിട്ടേച്ച് പോയാൽ മരണമാണ്.
അപ്പന്റെ വീട് ഇട്ടേച്ച് പോകുന്നതിനെയാണ് വാസ്തവത്തിൽ മരണം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ മരിച്ചവനായിരുന്ന എന്റെ മകനിതാ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജീവിച്ചിരിക്കുന്നു. വീണ്ടും ജനനം. ആ ജനനം നൽകുന്നത് ആരാണ്? യേശുവാണ്. ആ വീണ്ടും ജനനം, പരിശുദ്ധാത്മാവിലുള്ള ജനനം. എന്നാൽ ജനിച്ചാൽ മാത്രം പോരാല്ലോ, എന്തു വേണം? ജീവിക്കണം. ആ ജീവൻ ആവശ്യമായ ദിവ്യശക്തിയും തരുന്നത് ആരാണ്? യേശുവാണ്. ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണെന്ന് പറയുമ്പോൾ എന്നെ വീണ്ടും ജീവിപ്പിക്കുവാനും വീണ്ടും ജനിച്ച എനിക്ക് തുടർന്ന് ജീവിക്കാനുള്ള ജീവൻ തരാനുമാണ് യേശു വന്നത്. എനിക്ക് ജീവിക്കാനുള്ള കാശ് തരാനല്ല യേശു വന്നത്, എനിക്ക് ജീവൻ നൽകാനാണ്. ഇന്ന് പലരും ചിന്തിക്കുന്നത് ജീവിക്കാനുള്ള കാശ് തരാനാണ് യേശു വന്നതെന്നാണ് പ്രസംഗിക്കുന്നതും. അതാ, ജീവിക്കാനുള്ള കാശ് തരാനല്ല യേശു വന്നത്, ജീവൻ തരാനാണ്. അവൻ എന്നിൽ പകർന്ന പുതുജീവൻ. അപ്പോൾ എന്നെ അവനൊരു പുതിയ സൃഷ്ടിയാക്കിയിരിക്കുകയാണല്ലോ. പുതുജനനത്താൽ അവൻ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി. ആ പുതിയ സൃഷ്ടിയാക്കി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഞാൻ പുതിയ സൃഷ്ടിയായി ആ പുതിയ സൃഷ്ടിയുടെ ജീവിതം ജീവിക്കാൻ ആവശ്യമായ ദിവ്യ ശക്തി എന്നിലേക്ക് പകരുന്നതിനാണ് യേശു വന്നതെന്ന് നമ്മൾ കാണുന്നത്. ആ പുതു സൃഷ്ടി അവന്റെ ദിവ്യ സ്വഭാവത്തിൽ വളരണം. അതിനാവശ്യമായ ദിവ്യ ശക്തി. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്താൽ നമ്മളെ എന്ത് ചെയ്യാണ്? നമ്മൾ നീതീകരിക്കപ്പെട്ടു, ജനിച്ചു, അനുദിന ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതിനാവശ്യമായ ശക്തി. ഫെയ്ത്ത് ഉണ്ട്. ഫെയ്ത്ത് എന്നെ യേശുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. പക്ഷെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടി എന്താണ്? ലിങ്ക് ചെയ്തതുകൊണ്ട് മാത്രമില്ല, എന്താണ്? അവനിൽ നിന്നുള്ള ശക്തി എന്നിലേക്ക് ഒഴുകുകയാണ്. ആ ഒഴുക്ക് അവിടെ അപ്പുറത്തുണ്ടെങ്കിലേ ഇങ്ങോട്ട് വരികയുള്ളൂ. പക്ഷെ അപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, റിസർവോയറിലെ വെള്ളത്തിന് യാതൊരു കണക്കും കഴിയില്ല. ലിങ്ക് ചെയ്താൽ വെള്ളം എന്ത് ചെയ്തോളും? ഇങ്ങോട്ട് വന്നോളും. എന്നതുപോലെ വിശ്വാസത്താൽ യേശുവുമായി ബന്ധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ ദിവ്യ ശക്തി എന്നിലേക്ക് ഒഴുകി വരുന്നു. എന്തിനാണ്? ഞാനിവിടെ ജീവിക്കാൻ, ജീവന്റെ പുതുക്കത്തിൽ. നമ്മൾ റോമാലേഖനം അതിന്റെ 6-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്ന ഭാഗമാണ്, നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതെന്ന് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ കേട്ടല്ലോ. ജീവന്റെ പുതുക്കത്തിൽ, ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, ആ പുതിയ ജീവിതത്തിൽ പാപത്തിന് അടിമപ്പെട്ട് നടക്കാനല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ. നമ്മൾ ചിന്തിക്കുന്നത് വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ ജീവിക്കാമെന്നാ. പറ്റില്ല പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് പാലിനകത്ത് വെള്ളം ചേർത്ത് വെക്കുമായിരുന്നു. ഇപ്പം വെള്ളത്തിനകത്ത് പാല് ചേർത്ത് വെക്കും. നേരത്തെ പാലിനകത്ത് വെള്ളം ചേർക്കുമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോ എന്തുവാ? വെള്ളത്തിൽ പാല് ചേർത്ത് വെക്കും. അതൊന്നും ജീവന്റെ പുതുക്കത്തിലെ നടപ്പൊന്നുമല്ല. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവൻ ഒരു കാരണവശാലും യേശുവിൻ്റെതല്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യില്ല. അവൻ കള്ളത്തരം കാണിക്കില്ല. പാപപ്രകൃതത്തിൽ ജീവിക്കാനല്ല, പാപത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ വേണ്ടി നമ്മിൽ ഒഴുക്കി തന്നിരിക്കുന്ന ദൈവീയ ശക്തി. God wants us to live a holy life, and God helps us to see that we are living that holy life with the power, the divine power that is flowing through us. എന്നിലൂടെ ഒഴുകുന്ന ദിവ്യ ശക്തി എന്നെ ആ ദിവ്യ ജീവിതത്തിന് പ്രാപ്തമാക്കുന്നതാണ്. റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യത്തിൽ അവൻ തന്റെ മരണത്തോട് സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. എന്റെ ഈ പുതുജനനത്താൽ എനിക്ക് ലഭിച്ച പുതിയ ജീവിതം ജീവിക്കാൻ ആവശ്യമായ ദിവ്യശക്തി എന്നിലേക്ക് ഒഴുകുമ്പോൾ വീണ്ടും പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കാനല്ല, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം വീണ്ടും പാപത്തിന് അടിമപ്പെട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനല്ല, പ്രത്യുത പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നാം നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ രണ്ട് വ്യത്യാസമുണ്ട് ഇതിനകത്ത് അർത്ഥം. പാപമോചനം എന്ന് നമ്മൾ പറയുമ്പോൾ ഫോർഗിവ്നെസ് ഓഫ് സിൻ എന്ന് പറയുന്നതല്ല ഇവിടെ പറയുന്നത്. പ്രത്യുത പാപപ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിന് എന്നിലേക്ക് കടക്കാൻ കഴിയാതെ വണ്ണം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുകയാണ്, അല്ലെ? പാപത്തിൽ നിന്ന്. ഫോർ ഹി ദാറ്റ് ഈസ് ഡെഡ് ഈസ് ഫ്രീഡ് ഫ്രം സിൻ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് forgiveness of sin, it is freedom from sin.
ഇത് നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ സഭയിൽ പഠിപ്പിക്കണം. വിശ്വാസികൾ പാപമോചനത്തെക്കുറിച്ച് മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, പാപവിമോചനത്തെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പാപമോചനമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സപ്പോസ് നമ്മളൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ പാപം ക്ഷമിക്കും. പാപക്ഷമയല്ല ഇവിടുത്തെ വിഷയം, ഫ്രീഡം ഫ്രം സിൻ, പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. പാപക്ഷമയല്ല. പാപക്ഷമയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പാപക്ഷമ മാത്രം പോരാ, എന്തുകൂടെ വേണം? പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് വേണം. അതിനെന്തു വേണം? എന്റെ പഴയ മനുഷ്യനെ ക്രൂശിക്കണം. പഴയ മനുഷ്യനെ ക്രൂശിച്ചാൽ ഈ പാപത്തിന് ഞാൻ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സ്വഭാവത്തോടും ഏകീഭവിക്കും. ഞാൻ കർത്താവിനോട് മരിച്ചു, കർത്താവിനോട് അടക്കപ്പെട്ടു, കർത്താവിനോട് ഉയർത്തെഴുന്നേറ്റു. എന്തിനാണ്? നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്തു നല്ലോർ സഖിയേശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹി